അഫൈൻ സ്പേസസ് ആസ് കോൺഗ്രുവൻസ് ക്ലാസ്സസ്. ഇപ്പോൾ ഈ കോൺഗ്രുവൻസ് ക്ലാസ്സസ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വലൻസ് റിലേഷൻ വരുമ്പോഴാണ് അവിടെ കോൺഗ്രുവൻസ് ക്ലാസ്സസ് ഉണ്ടാവുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അഫൈൻ സ്പേസസിനെ ഒന്ന് നോക്കാം. ഫ്രം തിയറം 1.55 നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫോർ ഈച്ച് വി ബിലോങ്സ് ടു വി, വി പ്ലസ് യു ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് എക്സ് മൈനസ് വി ബിലോങ്സ് ടു യു. ഓക്കെ, അപ്പോൾ ഈ എക്സ് മൈനസ് വി യുവിലുണ്ടെങ്കിൽ വി പ്ലസ് യു എന്ന് പറയുന്ന എലമെൻ്റ് എന്താ കിട്ടുക? നമ്മൾ എക്സ് മൈനസ് വി യുയിൽ നിന്ന് എടുക്കുന്നു. അത് ഇതിൻ്റെ കൂടെ വി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് അവിടെ ഉള്ളതാണ്, വിയിലുള്ളതാണ്. അപ്പോൾ സിൻസ് അഫൈൻ സ്പേസസ് നമ്മൾ തൊട്ട് മുമ്പുള്ള നേരത്തെ കണ്ടായിരുന്നു, ഓരോ അഫൈൻ സ്പേസസും എന്താണ്, അവർ എല്ലാം കൂടെ ചേരുമ്പോൾ വി കിട്ടും. അതേപോലെ തന്നെ രണ്ടെണ്ണം ഒന്നുകിൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണം ഐഡൻറ്റിക്കൽ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഇക്വലൻസ് ക്ലാസ്സസും അതേപോലെ തന്നെയല്ലേ, ഒന്നുകിൽ ഈ രണ്ട് ഇക്വലൻസ് ക്ലാസ്സസ്, ഒരു ഇക്വലൻസ് റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സസ് ഒന്നുകിൽ രണ്ടെണ്ണം സെയിമോ അല്ലെങ്കിൽ ഡിസ്ജോയിൻറ്റും ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇക്വലൻസ് ക്ലാസ്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇക്വലൻസ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ, ഇക്വലൻസ് ക്ലാസ്സസ് പോലുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇക്വലൻസ് റിലേഷൻ നമുക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് കോൺഗ്രുവൻസ് മോഡുലോ യു ആണ്. അപ്പോൾ അതിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫോർ എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ വി, എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് വൈ മോഡുലോ യു. അത് നമ്മൾ എഴുതുന്നത് കണ്ടോ, എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡുലോ യു എന്ന് എഴുതുന്നത് കണ്ടോ, ആ രീതിയിലാണ്. എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു യു ആണെങ്കിലാണ് പ്ലേസ് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് യു belongs to y plus capital U. Also y belongs to U, that is the set of all vectors related to its x under the equivalence relation begins to an affine space. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ്? എക്സും വൈയും നമുക്ക് ക്യാപിറ്റൽ വിയിലുണ്ട്. എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡുലോ യു എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുള്ള കണ്ടീഷൻ ഇതാണ്, എക്സ് മൈനസ് വൈ ഇവിടെ ഉണ്ടാവണം, ക്യാപിറ്റൽ യുവിനകത്ത് ഉണ്ടാവണം. ഓക്കെ, ഇനി തിയറം 1.56 നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ വി ബി എ വെക്ടർ സ്പേസ് ഓവർ എഫ്, ലെറ്റ് യു ബി എ സബ്സ്പേസ് ഓഫ് വി, ദെൻ ദി ഫാമിലി ഓഫ് ഓൾ അഫൈൻ സ്പേസസ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ് വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേഷൻസ് ഓഫ് അഡിഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ defined by x plus u plus y plus u equal to x plus y plus u and alpha into x plus u is equal to alpha x plus u for x belongs to. അപ്പോൾ ഇവിടെ ഈ അഫൈൻ സ്പേസസിൻ്റെ എല്ലാം കൂടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുമെന്നാണ് ഈ തിയറം പറയുന്നത്. വെക്ടർ സ്പേസ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് വെക്ടർ അഡിഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും വേണമല്ലോ, അത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേഷൻസ് വെൽ ഡിഫൈൻഡ് ആണ് എന്നാണ് നമ്മളിവിടെ ആദ്യം, അതായത് ഈ അഫൈൻ സ്പേസസ് ഒക്കെ വരുമ്പോൾ, അതായത് നമ്മൾ കൊസറ്റുകളൊക്കെ വരുമ്പോഴെപ്പോഴും ഈ വെൽ ഡിഫൈൻഡ് പ്രൂവ് ചെയ്യും. കാരണം നമുക്ക് ഈ എക്സ് പ്ലസ് യു എന്ന് പറയുന്ന ആ ഒരു ഇക്വലൻസ്, അതായത് അഫൈൻ സ്പേസിനെ വേറെ റെപ്രസെൻറ്റേറ്റീവ് വെച്ചിട്ടും കാണിക്കാൻ പറ്റും. എക്സ് പ്ലസ് യുവിനകത്തിൽ എക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതെങ്ങനെ എക്സ് വരുന്നത്? യുവിനകത്തിൽ ഉറപ്പായിട്ട് 0 ഉണ്ട്, കാരണം യു സബ്സ്പേസാണ്. അപ്പോൾ എക്സ് പ്ലസ് 0 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സ് പ്ലസ് യുവിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ എക്സ് അതിനകത്തുണ്ട്. അപ്പോൾ എക്സ് ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അതേപോലെ നിങ്ങൾക്ക് ഏതൊരു എലമെൻറ്റ് അതിനകത്തിൽ ഉള്ളത് ഉപയോഗിച്ച് വേണേലും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നിലധികം റെപ്രസെൻറ്റേറ്റീവ് ഉപയോഗിച്ചാലും ഈ വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ്, രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ സെയിം അഫൈൻ സ്പേസ് തന്നെയാണ് കിട്ടുന്നതെന്നും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലും ഇങ്ങനെ തന്നെയാണെന്നും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റെപ്രസെൻറ്റേറ്റീവ് എടുക്കുന്നു, എക്സ് പ്ലസ് യു ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് യു. അതായത് ഈ എക്സും എക്സ് ഡാഷും യുവിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആയിരിക്കും, അത് രണ്ടും ഈക്വലാന്ന് എടുക്കുന്നു. വൈ പ്ലസ് യു ഈക്വൽ ടു വൈ ഡാഷ് പ്ലസ് യു എടുക്കുന്നു. ദെൻ എക്സ് മൈനസ് എക്സ് ഡാഷ് എവിടെ വരും? യുവിനകത്ത് വരും. അതേപോലെ തന്നെ വൈ മൈനസ് വൈ ഡാഷ് എവിടെ വരും? യുവിനകത്ത് വരും. അപ്പോൾ എക്സ് മൈനസ് എക്സ് ഡാഷും വൈ മൈനസ് വൈ ഡാഷും യുവിനകത്ത് വരും. യു സബ്സ്പേസും ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുമല്ലോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ മൈനസ് ഓഫ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് എവിടെ ഉണ്ട്? യുവിനകത്ത് ഉണ്ട്. ആൻഡ് ദെൻ എക്സ് പ്ലസ്, അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് യുവിനകത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് നമ്മൾ യുവിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു തന്നെ ആയിരിക്കും കിട്ടുന്നത്, സബ്സ്പേസ് ആയതുകൊണ്ട്. അപ്പോൾ എലമെൻറ്റ് യുവിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നുണ്ടോ. ആഡ് ചെയ്തതിന് ശേഷം ആ മൈനസ് എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷിനെ നമ്മൾ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് യു സിക്കൽ എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് യു എന്ന് കിട്ടുന്നത്. ഇനി അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യമാണ്. രണ്ട്
അഫൈൻ സ്പേസ് എടുത്തു, രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. ആൽഫ ബിലോങ്സ് ടു എഫ്, ദെൻ എക്സ് മൈനസ് എക്സ് ഡാഷ് ബിലോങ്സ് ടു യു, എഫ് എക്സ് പ്ലസ് യു ഇസിക്കൽ എക്സ് ഡാഷ് പ്ലസ് യു ആൻഡ് ആൽഫ ബിലോങ്സ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് ഡാഷ് പ്ലസ് യു ഇക്കറ്റ് യു കിട്ടും. അതായത് എക്സ് മൈനസ് എക്സ് ഡാഷ് അവിടെ ഉണ്ട്, യുവിനകത്തുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ യു സബ്സ്പേസ് ആയതുകൊണ്ട് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആൽഫ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് അവിടെ വരും, യുവിനകത്ത് വരും. അപ്പോൾ ആൽഫ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് പ്ലസ് യു ഈക്വൽ ടു നമുക്ക് യു കിട്ടും. ആൽഫ എക്സ് പ്ലസ് യു, ആൽഫ എക്സ് മൈനസ് ആൽഫ എക്സ് ഡാഷ് പ്ലസ് യു ഈക്വൽ ടു യു എന്ന് കിട്ടും. അപ്പോൾ ആൽഫ എക്സ് പ്ലസ് യു ഈക്വൽ ടു ആൽഫ എക്സ് ഡാഷ് പ്ലസ് യു എന്ന് കിട്ടും. ഇനി എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്ടറാണ് അടുത്തത്. എക്സ് പ്ലസ് യുവിൻ്റെ കൂടെ നിങ്ങൾ യു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യു എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് യു ആണല്ലോ, എക്സ് പ്ലസ് യു എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് പ്ലസ് യു പ്ലസ് സീറോ പ്ലസ് യു കിട്ടും. എക്സ് പ്ലസ് സീറോ പ്ലസ് യു ഈക്വൽ എക്സ് പ്ലസ് യു എന്ന് കിട്ടും. അതായത് അവിടുത്തെ സീറോ വെക്ടർ എന്ന് പറയുന്നത് യു ആണ്. ഇനി അടുത്തതായിട്ട് എക്സ് പ്ലസ് യു പ്ലസ് മൈനസ് എക്സ് പ്ലസ് യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സീറോ പ്ലസ് യു, എക്സ് പ്ലസ് യുവും മൈനസ് എക്സ് പ്ലസ് യുവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആണ് നമുക്ക് കിട്ടുക. അതായത് എക്സ് പ്ലസ് യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് എക്സ് പ്ലസ് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫോളോ അതിൽ നിന്ന് വന്നോളൂ. ഓക്കെ.